ഹലോ! ഈസി സിനി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടർബോ മൂവി കണ്ടു. ടർബോ കണ്ടു, തലവൻ കണ്ടു. 2 പടത്തിനെ പറ്റി ഒരൊറ്റ റിവ്യൂ ആയിട്ട് അങ്ങ് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ രണ്ട് മൂവി തിയേറ്ററിൽ പോയി കാണുന്നതിന് മുന്നേ ഞാൻ ഒരു തിയേറ്ററിൽ റിലീസ് ആകുന്നതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിരുന്നതാണ്. വൈ ടർബോ, വൈ തലവൻ എന്തുകൊണ്ട് ഇത് തിയേറ്ററിൽ പോയി കാണണം? എന്തുകൊണ്ടാണ് ഞാനത് തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയായിരുന്നതാണ്. പക്ഷേ എൻ്റെ കുറച്ച് പേഴ്സണൽ കാരണങ്ങൾ കാരണം എനിക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാതായി പോയി. പക്ഷേ ഞാൻ ആ വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പം ഈ വീഡിയോയുടെ അവസാനമായിട്ട് ഞാൻ ആ വീഡിയോ കൊടുക്കുന്നുണ്ട്. ടർബോ മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ എന്ത് പ്രതീക്ഷിച്ച് പോയോ അത് തന്നെ എനിക്ക് കിട്ടി. അല്ലെങ്കിൽ ഞാനൊരു മസാല, ഇടി, ആക്ഷൻ, എന്റർടൈൻമെന്റ് ഇതെല്ലാം കൂടെ കൂടി വരുന്ന ഒരു കോമഡി ഇതിലെല്ലാം കൂടെ കൂടി വരുന്ന ഒരു പടം കാണാൻ വേണ്ടിയാണ് ആഗ്രഹിച്ചിരുന്നത്. അപ്പം എനിക്കത് തന്നെ കിട്ടി. എനിക്ക് വലിയ മോശം എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. എനിക്ക് അത്യാവശ്യം നല്ലൊരു ആവറേജ്, അബോവ് ആവറേജ് എക്സ്പീരിയൻസ് തന്നെയാണ് പടത്തിന് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഒരു ഇന്റർവ്യൂവില് മിഥുൻ മാനുവൽ തോമസ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇതൊരു ഇടിപ്പടമാണെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഏകദേശം മനസ്സിലാക്കാം ഒരു ഇടിപ്പടമാണ്, വൈശാഖിന്റെ പടമാണ്. ഇതൊരു ആക്ഷൻ കോമഡി എന്റർടൈൻമെന്റ് ഗണത്തിൽ വരുന്ന ഒരു ഇടിപ്പടമാണ് ശരിക്കും ടർബോ മൂവി എന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ അതിനകത്ത് കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എന്ത് കാണാൻ വേണ്ടി നിങ്ങൾ തിയേറ്ററിൽ പോകണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. നിങ്ങൾ എന്ത് കാണാൻ പോകണമെന്ന് വെച്ചാൽ നിങ്ങൾ അതിനകത്ത് ഫൈറ്റ് സീക്വൻസ് കാണാൻ പോവുക. അല്ലെങ്കിൽ അതിനകത്ത് മാസ് എലമെന്റ്സ് കാണാൻ പോകും. മമ്മൂട്ടിയുടെ സ്ക്രീൻ പ്രസൻസ് കാണാൻ വേണ്ടി പോവുക. ക്ലൈമാക്സ് സീൻ കാണാൻ പോവുക. ആ ഇൻട്രോ ഫൈറ്റ് സീൻ കാണാൻ പോവുക. ഇൻട്രോ ഫൈറ്റ് സീനൊക്കെ നല്ല വെട്ടിപ്പായിട്ടാണ് അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇങ്ങനൊരു മസാലപ്പടമൊക്കെ ആകുമ്പോഴത്തേനും അതിൻ്റെതായ കുറച്ച് ഒരു ടെംപ്ലേറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പടത്തിൽ വന്നു പോയിട്ടുള്ളത്. പിന്നെ അധികം പ്രതീക്ഷിച്ച് പോയത് ഇതിനകത്ത് മിഥുൻ മാനുവൽ തോമസിന്റെ റൈറ്റിംഗ് വരുമ്പോഴത്തേനും ഞാനൊരു വീഡിയോ ചെയ്യുന്ന കാര്യം പറഞ്ഞായിരുന്നു. വൈ ടർബോ എന്ന് പറയുന്നൊരു വീഡിയോ ചെയ്യാൻ ആലോചിച്ചിരുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പം ഇതിന്റെ അവസാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പോൾ ഓസ്ലർ എന്ന് പറയുന്നൊരു പടം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിനകത്ത് മമ്മൂട്ടിയുടെ ഇൻട്രോ എങ്ങനെയാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്കറിയാം. അത് ഒരു അടിപൊളി ഒരു സമയത്താണ് അതിന്റെ ഇൻട്രോ വന്നിട്ടുള്ളത്. അപ്പം ആ ഒരു സീൻ ശരിക്കും മിഥുൻ മാനുവൽ തോമസ് കഷ്ടപ്പെട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുള്ള സീനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ ആ ഒരു സീനാണ് പടം ശരിക്കും എലിവേറ്റ് ചെയ്യുന്നത്. പടത്തിനെ ഭയങ്കരമായിട്ട് റീച്ച് എത്തിക്കലും പടത്തിൽ അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു മൂഡിനെ പെട്ടെന്ന് എലിവേറ്റ് ചെയ്യുന്നത് ആ ഒരു സീനും പിന്നെ അങ്ങോട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ആ പടത്തിനെ ശരിയായിട്ടും പൊക്കിക്കൊണ്ടുവരുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ സിനിമയിലും ക്ലൈമാക്സിലോട്ട് വരുമ്പോഴത്തേനും നല്ല എങ്ങനെ ഈ നായകൻ ഈ പ്രതിസന്ധി തരണം ചെയ്യുന്നുള്ള സീനിൽ നമ്മളെ അത് ലോജിക്കലി തന്നെ കൺവേ ചെയ്തുകൊണ്ടാണ് ഇതിനെ ക്ലൈമാക്സിലോട്ട് പടം എത്തുന്നത്. അപ്പൊ ആ ഒരു ക്ലൈമാക്സ് സീൻ ഉള്ളത് കൊണ്ട് പിന്നെ അവസാനം അത് ഇടയ്ക്കുള്ള കുറച്ച് ലാഗും കാര്യങ്ങളും ഒക്കെ നമുക്ക് ശരിക്കും മാറിപ്പോകുന്നതായിട്ട് എനിക്ക് തോന്നി. ഒരു പടം കാണുമ്പോഴത്തേനും നമുക്ക് ലോജിക്കലി ഉള്ള എക്സ്പ്ലനേഷൻ കറക്റ്റ് ആയില്ലെങ്കിൽ ആ പടത്തിലുള്ള ഇൻട്രസ്റ്റ് കുറച്ച് കുറയും. അപ്പൊ അങ്ങനെ കുറച്ച് സീനുകൾ ഇതിനകത്ത് ഉള്ളത് കാരണം ഉണ്ടായിരുന്നത് കൊണ്ട് പടത്തെ മൊത്തമായിട്ട് എനിക്കൊന്നും നെഗറ്റീവ് പറയുന്നൊന്നുമില്ല. അങ്ങനെ കുറച്ച് സീനുകൾ കൂടെ റെഡി ആക്കുവായിരുന്നെങ്കിൽ പടം അടിപൊളിയായിട്ട് തന്നെ പോയേനെ. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഒരു സംഭവം നടക്കാൻ പോകും. അപ്പൊ ഇവിടെ ഒരു ബോംബ് പൊട്ടാൻ പോകും. ഞാൻ ഇവരോട് പറഞ്ഞില്ലെങ്കിൽ ഇവരോട് ആ കാര്യം പറഞ്ഞില്ലെങ്കിൽ ഇവർക്കും അത് ബാധിക്കും എന്നുള്ളൊരു സീൻ വരികയാണ്. ബോംബ് പൊട്ടാൻ പോകുന്നത് എനിക്കറിയാം. അപ്പൊ അത് കുറച്ച് ഭാഗങ്ങൾ ഇപ്പൊ അല്ലെങ്കിൽ ഇവരെ മാത്രമേ ബാധിക്കുള്ളൂ. ഞാനിത് ഇവരോട് പറഞ്ഞില്ലെങ്കിൽ ആ സീൻ ഇവർക്ക് സീനാവും. അപ്പം ഞാൻ ആ പറയാൻ ചെന്നിരുന്ന സമയത്ത് ഇവര് എന്നെ മൈൻഡ് ചെയ്തില്ല, അല്ലെങ്കിൽ ഇവര് എന്നോട് ഇതിങ്ങനെ ചെയ്തില്ല, ചെയ്തില്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ പിണങ്ങി ഇറങ്ങി പോയി കഴിഞ്ഞാൽ അവിടെ ആ സാധനം സംഭവിക്കും. അപ്പം അവരവിടെ പറയണം ആ സീൻ. അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു കാര്യം പറയണം. പറഞ്ഞേ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞിട്ട് ഇവര് മൈൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി പോകുമ്പോഴത്തേനും അവിടെ നമുക്ക് ലോജിക്കലി കുറച്ച് കണക്ഷൻസ് കിട്ടാതെ വരും. അതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ സംഭവിച്ചു. ഇപ്പൊ എന്താ വെച്ചാല് ഇപ്പൊ അടുത്തൊരു സീനിന് വേണ്ടി അതിന് മുന്നേ കുറച്ച് സീൻ ചുമ്മാ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നി ഇടയ്ക്കിടയ്ക്ക്. എന്താന്ന് വെച്ചാല് ഇപ്പൊ രണ്ടുപേര് തമ്മിൽ കണ്ടുമുട്ടണം. അപ്പൊ അവര് തമ്മിൽ ക്ലോസ് ഫ്രണ്ട്സ് ആവണം. അപ്പൊ അതിനുവേണ്ടി ഒരു സീൻ ഇങ്ങനെ ചുമ്മാ ക്രിയേറ്റ് ചെയ്ത് പോകുന്നതായിട്ട് ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ തോന്നി. അങ്ങനത്തെ കുറച്ച് കൊണ്ടത്തിക്കലുകളിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് ഇപ്പം അല്ലെങ്കിൽ ഒരു ഫൈറ്റിലോട്ടൊക്കെ ചെല്ലുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ഫൈറ്റിന്റെ ഒരു പഞ്ച് കിട്ടാതെ പോകുന്നതായിട്ട് ഇടയ്ക്ക് എനിക്ക് തോന്നി. എന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാം അവിടെ ഫൈറ്റ് നടക്കും. പക്ഷെ അത് ഫൈറ്റ് നടക്കണം എന്ന് തോന്നുന്നിടത്ത് നമ്മളിങ്ങനെ ആവേശം കൊള്ളിക്കണമല്ലോ ഫൈറ്റിന് മുന്നേ ഇങ്ങനെ ഒരു ഒരു സംഭവം കിട്ടണം. അത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടാതെ പോകുന്നതായിട്ട് എനിക്കിങ്ങനെ തോന്നി. ഒരു മസാല എന്റർടൈൻമെന്റ് മൂവി ആകുമ്പോഴത്തേനും അതാണല്ലോ നമുക്കൊരു ഒരു എനർജി ആണല്ലോ പടത്തിൽ വേണ്ടത്. അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് കിട്ടാതെ പോകുന്നതായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ആ ചില ഭാഗങ്ങളിൽ എനിക്ക് ഇങ്ങനെ വലിയ സുഖം തോന്നാതെ പോലെ തോന്നി. പിന്നെ ഫസ്റ്റ് ഇൻട്രോ ഫൈറ്റ് പൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ആ ഫൈറ്റ് കണ്ടപ്പോഴത്തേനും എനിക്ക് തോന്നിയത് നമ്മുടെ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടായിരിക്കും എനിക്കറിയത്തില്ല. മണിച്ചേട്ടന്റെ ബെൻ ജോൺസൺ സിനിമയില്ലേ? ബെൻ ജോൺസൺ സിനിമയ്ക്കകത്ത് ഒരു അമ്പലപ്പറമ്പിൽ വെച്ചിട്ടൊരു ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റാണ് എനിക്ക് ശരിക്കും ഓർമ്മ വന്നത്. അതുപോലെയൊക്കെ തന്നെ നല്ല വെടിപ്പായിട്ട് നമുക്ക് നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ തോപ്പിൽ ജോബിനൊക്കെ കണ്ടിട്ടുണ്ട്. തോപ്പിൽ ജോബിനൊക്കെ ആക്ഷനിലൊക്കെ ഉണ്ട് ഞാൻ പറയാൻ പോകുന്നത്. ആക്ഷൻ രംഗങ്ങളെ ഒരു രീതിയിലും എനിക്ക് മോശമായിട്ട് തോന്നിയോ അല്ലെങ്കിൽ മമ്മൂട്ടിയാണോ ഇത് ചെയ്തതെന്ന് തോന്നുകയോ അല്ലെങ്കിൽ ഇതിനകത്ത് നമുക്ക് മമ്മൂട്ടിയെ കൊണ്ട് പറ്റാത്തതായിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളായിട്ടോ ഒന്നും തോന്നിയില്ല. ഫൈറ്റൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്ത് വെച്ചേക്കുന്നത്.
ക്യാമറ ആണെങ്കിലും അതിൻ്റെ ടെക്നിക്കൽ വൈസ് ആണെങ്കിലും അതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫി ആണെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് തന്നെ ഈ പടത്തിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇവർക്ക്. അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ ഒരു 70 വയസ്സുകാരനാണോ ഈ ആക്ഷൻ രംഗങ്ങൾ ചെയ്തതെന്ന് ഞാൻ ആലോചിക്കും. ഡൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അത് നമുക്ക് ഫീൽ ചെയ്യുകയില്ല. ഒരിക്കലും നമുക്ക് ആക്ഷന്റെ അകത്ത് നമുക്കൊരു ഒരു 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 ക്രിഞ്ചോ കാര്യങ്ങളോ അങ്ങനെ അല്ലെങ്കിൽ ആക്ഷന്റെ അകത്ത് ഇത് എന്തുവാ കാണിക്കുന്നത് അങ്ങനെയൊന്നും തോന്നുകേല. പൊളിയായിട്ട് തന്നെ ആക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ മധുരരാജ എത്ര പേര് കണ്ടിട്ടുണ്ടായിരിക്കുംന്ന് എനിക്കറിയത്തില്ല. ഞാനത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ പോയി കണ്ട ഒരാളാണ്. അപ്പൊ അതിന്റെ അകത്ത് ആ പടം എങ്ങനെയാണോ എന്ന് ഞാൻ പറയുന്നൊന്നുമില്ല. പക്ഷെ അതിന്റെ ക്ലൈമാക്സ് ഫൈറ്റ് സീൻ ഉണ്ടല്ലോ. ഒരു കാട്ടിലോട്ട് പോയിട്ട് കുറച്ച് പട്ടികൾ അഴിഞ്ഞ് വരുമ്പോഴത്തേനും അവിടെ വെച്ചൊരു ഫൈറ്റ് സീൻ ഉണ്ട്. അത് അത് ശരിക്കും എനിക്ക് ഭയങ്കര ഗൂസ് ബംപ്സ് വന്നിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഒരു അഡ്രിനാലിൻ തന്നൊരു ഫൈറ്റ് സീക്വൻസ് ആണ്. ഈ എല്ലാവരുടെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് തിയേറ്ററിൽ കണ്ടപ്പോഴത്തേനും ഞാൻ ഫാൻസിനോട് കണ്ടപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫൈറ്റ് ആണത്. അല്ലെങ്കിൽ ഇപ്പം ഇപ്പം ഭയങ്കര മോശമാണ് ഒടിയനാഥ് നമുക്കറിയാം. ഒടിയനെ കണ്ടപ്പോഴത്തേനും ഫാൻസ് വരെ ഭയങ്കരമായിട്ട് ഇങ്ങനെ മാസ് കാണിക്കുമ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മധുരരാജയ്ക്ക് വന്നപ്പോഴത്തേനും ആ ഒരു ഫൈറ്റ് ഈ മമ്മൂട്ടിയാണോ അത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അതുപോലെ പൊളിയായിട്ട് ഇതിനകത്തും ക്ലൈമാക്സ് ഫൈറ്റൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു മാസ് മസാല പടം അല്ലാടെ അപ്പോൾ ഒരു 50 പേരൊക്കെ ഇടിച്ചിട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല. അടി ഇടിയൊക്കെ 10-15 പേരെ ഇടിച്ചിട്ടാലും എനിക്ക് വലിയ പ്രശ്നമില്ല. ഇത് മസാലപ്പടം ഇടം കണ്ടാൽ മതി. ഇതല്ലെങ്കിലും ഇങ്ങനെ ഒരു ടർബോ എന്ന് പറഞ്ഞൊരു ഇടിപ്പടത്തിൻ്റെ അവസാനം മഹേഷിനെ പ്രതികാരത്തിനകത്ത് പോലെ ഒരു അടി കാണിക്കണം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാണ്? അതുപോലല്ല ഇതിനകത്ത് ആ അടി നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് വലിയ മോശമൊന്നും തോന്നിയൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ പടം ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് പടം മൊത്തത്തിൽ നോക്കുമ്പോഴത്തേനും എനിക്കൊരു ആവറേജ് എബോ ആവറേജ് എൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് പടം വന്നിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് ക്രിസ്റ്റോ സേവിയറിൻ്റെ മ്യൂസിക് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഇടഭാഗങ്ങളിൽ വരുമ്പോഴത്തേനും അതങ്ങോട്ട് എഫക്റ്റ് ചെയ്യാത്ത പോലെ തോന്നി. പിന്നെ എനിക്ക് ആ ഫസ്റ്റ് ഇൻട്രോയും ക്ലൈമാക്സിൽ ആ ഫൈറ്റൊക്കെ വരുമ്പോഴാണ് BGMൻ്റെ ഒരു എലിവേഷൻ എനിക്ക് ശരിക്കും കിട്ടിയത്. പിന്നെ വൈശാഖിന് ചെയ്യാൻ ഒരു പരിമിതികളുണ്ട്. എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കും പുള്ളി പടം ഡയറക്റ്റ് ചെയ്ത് പോകുന്നത്. പിന്നെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ വരുമ്പോഴത്തേനും പുള്ളിയുടെ തന്നെ രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് ഫൈറ്റൊക്കെ നല്ല വൃത്തിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ശരിക്കും ക്ലൈമാക്സ് ഫൈറ്റിനെ പറ്റി അല്ല ക്ലൈമാക്സിനെ പറ്റിയാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. എന്ന് വെച്ചാൽ അത് നല്ലതായിരുന്നു. അത് നല്ല വൃത്തിക്ക് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മാസ് മസാല എൻ്റർടൈൻമെൻറ്റ് മൂവിക്കകത്ത് ചെയ്യാൻ പറ്റുന്നതിൽ വൃത്തിക്ക് ആ പടം ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ അടിയെ കാണണം അല്ലെങ്കിൽ കുറച്ച് അഡ്രിനാലിൻ ബൂസ്റ്റൊക്കെ കിട്ടണമെങ്കിൽ ഇത് പോയി കാണാം. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സീനും ക്ലൈമാക്സ് ഫൈറ്റൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു എബോ ആവറേജ് എക്സ്പീരിയൻസ് നൽകിയിട്ടുള്ളൊരു പടമാണ് ടർബോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടർബോയെ പറ്റി പറയാനുള്ളത്. പിന്നെ തലവൻ തിയേറ്ററിൽ പോയി കണ്ടു. എനിക്ക് അതിന് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. തലവനെ പറ്റി പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇതൊരു ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ജോണറിൽ വരുന്ന ഒരു പടമാണ്. ത്രില്ലർ ജോണർ എന്ന് പറയുമ്പോഴത്തേനും അത് പൂർണ്ണമായിട്ടും ആ ഒരു ത്രില്ലർ എലമെന്റിനെ നമുക്ക് തിയേറ്ററിൽ നല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ് തലവൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ അത് എനിക്ക് പറയേണ്ടതായിട്ടുള്ള ഒരു മെയിൻ പോയിന്റ് ഇതിന്റെ റൈറ്റേഴ്സിനെ പറ്റിയാണ്. ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അത് തന്നെയാണ്. ഇത് 2 ഡെബ്യൂ റൈറ്റേഴ്സ് ആണ് ഇതിന്റെ സ്ക്രീൻ പ്ലേ എഴുതിയിട്ടുള്ളത്. ഒരു ഡെബ്യൂ റൈറ്റേഴ്സ് വരുമ്പോഴത്തേനും അതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ മൂവി തന്നെ ആകുമ്പോഴത്തേനും ഇതിനകത്ത് അവർക്ക് കുറെ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ അവർക്ക് സാധാരണ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് മൂവി പോലെ തന്നെ ഇത് ചെയ്തു പോകാനും പറ്റും. രണ്ടാമത് അവരുടേതായ ഒരു കയ്പ് പതിച്ചുകൊണ്ട് തന്നെ ഒരു സ്ക്രിപ്റ്റ് എഴുതാനും പറ്റും. ഇത് അവരുടെ ഫസ്റ്റ് പടമാണ്. അപ്പൊ അവർക്ക് എങ്ങനെയൊക്കെ നന്നാക്കാൻ പറ്റും ആ രീതിയിലെല്ലാം ഏതൊക്കെ പോയിന്റുകളിൽ പടം എലിവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇവരുടേതായ ഉള്ള ഒരു സംഭവം അവർക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇവർ കൂടുതലായിട്ട് നോക്കുന്നത്. ഇവർ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു മൂവി ഇവർ കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. ഞാൻ ആഗ്രഹിച്ചത് അങ്ങനെ ഒരു പടം തന്നെയാണ്. സാധാരണ ഒരു ക്ലീഷേ ടെംപ്ലേറ്റുകളിൽ നിന്നും ഇച്ചിരി മാറ്റമുള്ള ഒരു പടമാണ് തലവൻ എന്ന് പറയുന്ന ഒരു ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് മൂവി. പിന്നെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇത് നല്ലൊരു ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് മൂവിയാണ്. ഇതിന്റെ സ്ക്രീൻ പ്ലേ ആണെങ്കിലും സ്ക്രിപ്റ്റ് ആണെങ്കിലും ഡയലോഗ്സ് ആണെങ്കിലും ഡയലോഗ് ചില സ്ഥലങ്ങളിൽ നമുക്ക് കുറച്ച് ഇങ്ങനെ കെട്ടി പറഞ്ഞ പോലെ തോന്നുമെങ്കിലും പക്ഷെ അതൊന്നും പടത്തെ പൂർണ്ണമായിട്ടൊന്നും ബാധിക്കുന്നൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ നല്ല നെരിവിരി കൊണ്ട ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് ഈ പടത്തിന് കിട്ടും. അതുപോലെ തന്നെ ജിസ് ജോയ് എന്ന് പറഞ്ഞ ഒരു ഡയറക്ടർ, പുള്ളി നമുക്കറിയാം പുള്ളി നല്ലൊരു ഡയറക്ടറാണ്. നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടിയപ്പോഴത്തേനും പുള്ളി അത് നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കുറച്ച് ഗോറിംഗ് ആയിട്ടുള്ള സീൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് അത് എനിക്ക് ഞാനൊരു പേഴ്സണലി അങ്ങനെ വലിയ ഹൊറർ മൂവീസോ അല്ലെങ്കിൽ ഗോറിംഗ് ആയിട്ടുള്ള സീൻസ് ഉള്ള സിനിമകളോ അങ്ങനെ വലുതായിട്ട് ചൂസ് ചെയ്യാത്ത ഒരാളാണ്. എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ ഇന്നലെ തലവൻ കണ്ടു വന്നിട്ട് കിടന്നിട്ട് ഞാൻ ഇതിനകത്ത് സ്വപ്നമാക്കാണ്ട് ഈ പടം. അപ്പം ഇങ്ങനെ കുറച്ച് മരണം കാര്യങ്ങളൊക്കെ സ്വപ്നമാക്കാണ്ട് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ മൂവി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇത് എന്തായാലും തീർച്ചയായിട്ടും ഈ പടം തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. അസിഫലിയുടെ ഒരു മടങ്ങി വരവോ തിരിച്ചു വരവോ എന്നൊക്കെ പറഞ്ഞവർക്ക് അതൊരു തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതൊരു ഇഷ്ടപ്പെടുന്ന ഒരു പടം തന്നെ ആയിരിക്കും. ആസിഫ് അലി ബിജു മേനോൻ കോംബോ നല്ല അടിപൊളിയായിട്ട് പടം ചെയ്തിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. ഇത് നല്ലൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ മൂവി തന്നെയാണ്. സിനിമാറ്റോഗ്രാഫി, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മ്യൂസിക്, സ്ക്രീൻ പ്ലേ, സ്ക്രിപ്റ്റ് എല്ലാം ഡയലോഗ്സ് എല്ലാം നല്ല രീതിയിൽ തന്നെ വർക്ക് ആയിട്ടുണ്ട്. പിന്നെ അഭിനയിച്ചവർ എല്ലാവരും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നല്ല അവരുടെ കാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനൊരു സ്പിൻ ഓഫ് ഒക്കെ വരാൻ സ്പിൻ ഓഫ് അല്ല
ഇതിനൊരു കണ്ടിന്യൂവേഷൻ അല്ലെങ്കിൽ ഒരു പാർട്ട് 2 ഒക്കെ വരാനുള്ള രീതിയിലാണ് ഈ പടം കൊണ്ട് നടത്തിയേക്കുന്നത്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഇവർ നേരത്തെ ചെയ്തു പോയിട്ടുണ്ട്. പിന്നെ അതൊക്കെയാണ് കേട്ടോ. പിന്നെ ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് മൂവി എന്ന് പറയുമ്പോൾ അവസാനം കൊണ്ടുവന്നിട്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ നിരത്തുന്നതല്ല ഒരു ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് മൂവി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ ഇങ്ങനെ കാണിച്ച് നമ്മുടെ മൂക്കിന് തുമ്പത്ത് വെച്ച് കാര്യങ്ങൾ ഇങ്ങനെ പോകണം. നമ്മൾ അവസാനം ഇങ്ങനെ ഇതിങ്ങനെ ആണല്ലോ അങ്ങനെ ഇങ്ങനെ ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് അവസാനം ഇങ്ങനെ പറയുമ്പോഴത്തേനാണ് ചുമ്മാ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ അവിടെ ഉണ്ടായിരുന്നു പറയുമ്പോൾ നമ്മൾ കാണുന്ന പോലും ഇല്ല. അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവസാനം പേപ്പർ തുമ്പിലൊക്കെ കൊണ്ട് കാണിക്കുമ്പോൾ അതിന് സുഖം കിട്ടുകയില്ല. ഇതിനകത്ത് ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഉടനീളം ഇങ്ങനെ കാണിച്ച് പോകുന്നുണ്ട്. ശ്രദ്ധിക്കാതെ പോകുന്ന കുറെ കാര്യങ്ങൾ ഇങ്ങനെ അവസാനം ഇങ്ങനെ കാണിച്ച് പോയിട്ട് ഇങ്ങനെ അങ്ങനെയാണ് ക്ലൈമാക്സ് കൊണ്ട് നടത്തുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടും. അതായത് അവസാനം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇന്ന തെളിവ് ഇങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേനും സുഖം കിട്ടാതെ വരുന്ന ആ ഒരു സുഖക്കുറവ് ഇതിനകത്ത് വന്നിട്ടില്ല. നല്ലൊരു ത്രില്ലർ ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് മൂവി തന്നെ നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാൻ പറ്റും എന്ന് എനിക്കത് കാണാൻ പറ്റി. ആ ഒരു ഉറപ്പാണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത്. അല്ലെങ്കിൽ എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞുള്ളേ ഉള്ളൂ. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടം കാണുക. കൂടുതൽ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയുക. ഇതിൻ്റെ ഞാൻ ടർബോ തലവൻ തിയേറ്ററിൽ എന്തുകൊണ്ട് ഞാനത് കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിപ്പോൾ പുറകെ തന്നെ ഇട്ടേക്കാം. അതുകൂടെ കാണുവാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിൻ്റെയൊക്കെ ഒരു പൂർണ്ണ ഭാഗം നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ഒരു കാര്യങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാനത് കാണണമെന്ന് ആഗ്രഹിച്ചു എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുമെന്ന് തോന്നുന്നു. ഈ 2 പടങ്ങളും ടർബോ, തലവൻ ഈ 2 പടങ്ങളും തിയേറ്ററിൽ തന്നെ പോയി കാണുക. കണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് രൂപേണ രേഖപ്പെടുത്തുക. ആസ് എ വ്യൂവർ എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നി, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഓക്കെ, വേറെ കൂടുതലൊന്നും കാര്യങ്ങളൊന്നും പറയാനില്ല. ടാറ്റ. ഹലോ, ഈസി സീനി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെയ് അവസാനിക്കാറായി. ഇപ്പം മെയ് അവസാനിക്കാറായപ്പോഴത്തേനും വിഷ് ലിസ്റ്റിൽ അല്ലെങ്കിൽ വാച്ച് ലിസ്റ്റിൽ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന മൂവികളിൽ 2 മൂവികളാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ആ 2 മൂവി വെയിറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് കാരണത്താലാണ് ആ മൂവി തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. ഒന്നാമത്തെ പടം ടർബോ, രണ്ടാമത്തെ പടം തലവൻ. മിഥുൻ മാനുവൽ തോമസ് എഴുതി വൈശാഖ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി ലീഡ് റോളിൽ വരുന്ന ഒരു മാസ് മസാല ആക്ഷൻ എന്റർടൈൻമെന്റ് ജോണറിൽ വരുന്ന ഒരു മസാല പടമാണ് ടർബോ. എന്തുകൊണ്ടാണ് ഈ ഒരു മസാല പടം ഞാൻ തിയേറ്ററിൽ പോയി കാണണം എന്ന് ആഗ്രഹിക്കുന്നത്? അതിന്റെ ഒന്നാമത്തെ കാരണം മമ്മൂട്ടിയാണ്. ഇത് നമ്മുടെ സ്വന്തം മമ്മൂക്ക എന്ന് പറയുന്ന ഒരു ആക്ടർ റീസെന്റ് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 4-5 പടങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഓരോ മൂവിയും ഓരോ ദിശകളിലാണ്, ഓരോ ജോണറുകളിലാണ് ഓരോ മൂവിയും പോകുന്നത്. ഇപ്പം നൻപകൽ നേരത്തെ മയക്കമാണെങ്കിലും, റോഷാക്ക് ആണെങ്കിലും, കാവലാണെങ്കിലും, കണ്ണൂർ സ്ക്വാഡ് ആണെങ്കിലും, ഇപ്പോൾ ബ്രഹ്മയുഗമാണെങ്കിലും, ഭീഷ്മർവാണെങ്കിലും ഈ 6 പടവും 6 ധ്രുവങ്ങളിലാണ് ഇതിന്റെ ജോണറുകൾ നിൽക്കുന്നത്. ഒരു പടമായിട്ടും ഒരു രീതിയിലുള്ള ഒരു ക്രോസ് ഓവറുകളോ ഒന്നും വരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷനുള്ള ഒരു ആക്ടറിന്റെ അടുത്ത പടം വരുമ്പോഴത്തേനും നമ്മൾ പിന്നെയും പ്രതീക്ഷിക്കും എങ്ങനത്തെ പടമായിരിക്കും വരാൻ പോകുന്നത്. അപ്പം മാസ് മസാല ആക്ഷൻ എന്റർടൈൻമെന്റ് ഗണത്തിൽ വരുന്ന ഒരു പടം വരുമ്പോഴത്തേനും ഈ ഒരു സാഹചര്യത്തിൽ ആ പടത്തിന് എന്തുമാത്രം പ്രാധാന്യം ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ അങ്ങനത്തെ ഒരു പടം കണ്ടിട്ട് കുറെ കാലങ്ങളായി. ഇപ്പോൾ ആവേശമൊക്കെ വന്നെങ്കിലും നമുക്ക് ഫുൾ ആക്ഷൻ മാസ് മസാല എന്റർടൈൻമെന്റ് ഗണത്തിൽ വരുന്ന ഒരു പടം, നമുക്ക് അങ്ങനെ ഒരു പടത്തിന്റെ ഒരു ആ പ്രാധാന്യം ആവശ്യം വരുന്ന ഒരു കാലഘട്ടമാണ് സിനിമ അല്ല മലയാള ഇൻഡസ്ട്രിക്ക് ഇപ്പോൾ ഉള്ളത്. മറ്റു പല ഭാഷകളിലും ചരല് വാരി ഇടുന്ന പോലെ വീഴുന്നുണ്ടെങ്കിലും മലയാളത്തിൽ ടെക്നിക്കലി അല്ലെങ്കിൽ ബ്രില്യൻസ് വെച്ചിട്ട് വിലയിരുത്തുന്ന പടങ്ങളാണ് കൂടുതലായിട്ട് മലയാളത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലൊരു ജോണറിലുള്ള ഒരു മൂവി ശരിക്കും മലയാളത്തിന് ആവശ്യമായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ടർബോ എന്ന് പറയുന്ന മൂവിയുടെ ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ അതിന്റെ തിയേറ്റർ എക്സ്പീരിയൻസിന്റെ ഒരു പ്രാധാന്യം. രണ്ടാമത്തെ കാരണം മിഥുൻ മാനുവൽ തോമസ് ആണ്. മിഥുൻ മാനുവൽ തോമസ് എന്ന് പറയുന്ന ഒരു റൈറ്റർ, അല്ലെങ്കിൽ മിഥുൻ മാനുവൽ തോമസ് എന്ന് പറഞ്ഞാൽ ഡയറക്ടർ റൈറ്റർ ആയിട്ടുള്ള ഒരു ആളുടെ സ്ക്രിപ്റ്റിൽ ഇങ്ങനെ ഒരു മാസ് മസാല മൂവി വരുമ്പോഴത്തേനും എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ഒറ്റ കാരണമാണ് മിഥുൻ മാനുവൽ തോമസ് എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറിന്റെ ഏറ്റവും മുമ്പത്തെ പടം ഓസ്ലർ നോക്കുവാണെങ്കിൽ നമുക്കറിയാം. മമ്മൂട്ടിയുടെ ഇൻട്രോ, ജയറാമേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ വെട്ടി പോലെ നിൽക്കുന്ന സമയത്താണ് ആ ഇൻട്രോ വന്നത്. ആ ഒരു സീൻ കൊണ്ട് മാത്രമാണ് ആ പടം അത്രയും ഹൈപ്പ് കയറാനും അതിന് അത്രയും കളക്ഷൻസ് വരാനും ആ പടം വിജയത്തിലേക്ക് എത്താനും കാരണമായത്. അപ്പൊ അങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത ഒരു റൈറ്ററിന് ഇങ്ങനൊരു മാസ് മസാല എന്റർടൈൻമെന്റ് ആക്ഷൻ ഗണത്തിൽ വരുന്ന ഒരു മൂവി കൊടുക്കുമ്പോഴത്തേനും അവിടെ പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഇല്ല. പിന്നെ മൂന്നാമത്തെ കാരണം വൈശാഖ്. അതുവരെ ഞാൻ അതുപോലൊരു മൂവി തിയേറ്ററിൽ എക്സ്പീരിയൻസ്, ഞാൻ ഫസ്റ്റ് തിയേറ്റർ അതുപോലെ എക്സ്പീരിയൻസ് തന്നിട്ടൊരു മൂവിയാണ് പുലിമുരുകൻ. പുലിമുരുകൻ ഡയറക്ട് ചെയ്ത ഡയറക്ടറിന്റെ ലേറ്റസ്റ്റ് മൂവി മമ്മൂട്ടിയെ വെച്ചിട്ടാണെന്നുള്ളതാണ് അതിന്റെ ഒരു പ്രാധാന്യം. മമ്മൂക്കയുടെ ആ ഒരു ഇപ്പോഴത്തെ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷനും വൈശാഖ് എന്ന് പറഞ്ഞ ആ ഒരു പുലിമുരുകൻ ചെയ്തിട്ടുള്ള ഡയറക്ടറിന്റെ കോമ്പിനേഷനും കൂടെ ആകുമ്പോഴത്തേനും അവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിലപ്പുറം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. എന്നാൽ പുലിമുരുകൻ പോലെ ഒരു മൂവി അതിന്റെ ഫസ്റ്റ് സീൻ തൊട്ട് ലാസ്റ്റ് സീൻ വരെയും ഞാൻ തിയേറ്ററിൽ ഇങ്ങനെ കത്തി നിന്ന സമയമാണ്. കാറി വിളിച്ച് തൊണ്ടയൊക്കെ പൊട്ടി ഇറങ്ങി വന്നൊരു സിനിമയായിരുന്നു പുലിമുരുകൻ. അത് ഫസ്റ്റ് എക്സ്പീരിയൻസ്, എന്റെ തിയേറ്ററിൽ എക്സ്പീരിയൻസിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് പുലിമുരുകൻ. ഇത്രയും കാലം പിന്നിട്ട് വരുമ്പോഴത്തേനും പുള്ളി പിന്നെ അപ്ഡേറ്റഡ് ആവുകയേ ചെയ്യുള്ളൂ. അല്ലാതെ
താഴോട്ട് പോകത്തേ ഇല്ല. അതുപോലെ തന്നെ റീസെന്റ്ലി ഉള്ള മൂവീസ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് സ്ക്രിപ്റ്റിന്റേതായുള്ള പോരായ്മകളും കാര്യങ്ങളും എല്ലാം വന്നിട്ടുള്ളത് കൊണ്ടായിരിക്കണം ഈ കഴിഞ്ഞ മൂവികളിൽ നമുക്ക് ആ ഒരു ഇമ്പാക്ട് ഉണ്ടാവാതിരുന്നത്. അപ്പോൾ എവിടെയാണ് അതിന്റെ ഒരു പ്രാധാന്യം? മിഥുൻ മാനുവൽ തോമസ് എന്ന് പറയുന്ന റൈറ്റർ, മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ആക്ടർ, വൈശാഖ് എന്ന് പറയുന്ന ഡയറക്ടർ ഒരുമിച്ച് വരുമ്പോഴത്തേനും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറമായിരിക്കും ടർബോ എന്ന് പറഞ്ഞ മൂവിക്ക് നമുക്ക് തിയേറ്ററിൽ തരാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ്. അതുപോലെ തന്നെ അതിൻ്റകത്ത് വന്നിട്ടുള്ള വേറൊരു പോസിറ്റീവാണ് ക്രിസ്റ്റോ സേവ്യർ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ. ക്രിസ്റ്റോ സേവ്യർ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടറിന്റെ നമുക്ക് റീസെന്റ് ഉള്ള പടം നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. ബ്രഹ്മയുഗം. ബ്രഹ്മയുഗം എന്ന് പറയുന്ന ഒരു മൂവി എല്ലാ രീതിയിലും ടോപ്പ് നോച്ച് ആയിട്ടുള്ള ഒരു മൂവി. അതിന്റെ മ്യൂസിക്കിലും ഭയങ്കര രീതിയിൽ തന്നെ ഉള്ള ഒരു നമുക്കൊരു എക്സ്പീരിയൻസ് തന്നിട്ടുണ്ട്. അതിൽ കുറച്ച് പാട്ടുകളും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും എല്ലാം നമ്മളെ ആ സിനിമയിലേക്ക് വലിച്ചടുപ്പിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു അതിന്റെ മ്യൂസിക് എല്ലാം ചെയ്തു പോയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാരണവും ടർബോ എന്ന് പറയുന്ന മൂവിയെ ഭയങ്കരമായിട്ട് നമുക്ക് ഒരു പ്രോമിസ് തരുന്നു. ഈ എല്ലാ ഒരു കാരണങ്ങളും ആണ് നമുക്ക് ഈ ഒരു സിനിമ തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള പറയുന്ന ഒരു പോയിന്റിനെ അഷ്വർ ചെയ്യുന്നത്. പിന്നെ ഇതിൽ രജ്ബി ഷെട്ടി വരുന്നുണ്ട്, കന്നഡയിലെ റൈറ്റർ കം ഡയറക്ടർ. പുള്ളി അവിടുത്തെ പൊളിമച്ചാനാണ്. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും കൊണ്ട് ഈ പടം തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്നുള്ള എന്റെ ഒരു ആകാംക്ഷനെ പിന്നെ ഉണർത്തുന്നതാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക, ബുദ്ധി ഉപയോഗിച്ച് കാണുക അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പടങ്ങൾ രണ്ട് രീതിയിലാണ്. ഇപ്പം ഒന്ന് പറയുമ്പോഴത്തേനും നമ്മൾ നമ്മളെ തന്നെ മറക്കാനായിട്ട് സിനിമ കാണാൻ പോകുന്നു. പിന്നെ നമ്മൾ നമ്മളെ ഓർക്കാനായിട്ട് സിനിമ കാണാൻ പോകുന്നു. ചില സിനിമകൾ കാണാൻ പോകുമ്പോഴത്തേനും നമ്മൾ നമ്മളെ തന്നെ മറന്നിരിക്കണം. 2-2.5 മണിക്കൂർ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറ്റി വെച്ച് റിലീഫിന് വേണ്ടിയാണ് നമ്മൾ സിനിമ കാണാൻ പോകുന്നതെങ്കിൽ ഈ ഒരു മൂവി നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും ഗ്യാരണ്ടീഡ് ആയിരിക്കും എന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കും. അപ്പൊ അത് ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ പടം വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പടം തലവൻ. തലവൻ എന്ന് പറയുന്ന മൂവി ആനന്ദ് തേവർക്കാട്, ശരത് പെരുമ്പാവൂർ എന്ന് പറയുന്ന ഡെബ്യൂ റൈറ്റേഴ്സ് ആണ് ആ മൂവി കഥ എഴുതുന്നത്. ഡയറക്ട് ചെയ്യുന്നത് ജിസ് ജോയ് ആണ്. ലീഡ് റോൾ ചെയ്യുന്നത് ആസിഫ് അലി, ബിജു മേനോൻ കോംബോയാണ് ലീഡ് റോൾ വരുന്നത്. ഇതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ജോണറിൽ വരുന്ന ഒരു മൂവിയാണ് തലവൻ. അപ്പോൾ ജിസ് ജോയ് എന്ന് പറയുന്ന ഒരു പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ ഇങ്ങനെ ഡെബ്യൂ റൈറ്റേഴ്സിനെ സമീപിക്കുമ്പോഴത്തേനും അത്രയും അതിൽ വിശ്വാസമുള്ളത് കൊണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആനന്ദ് തേവർക്കാട്ട്, ശരത് പെരുമ്പാവൂർ എന്ന് പറഞ്ഞ ഒരു ഡെബ്യൂ ഡയറക്ടേഴ്സിന് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ മൂവീസിൽ എന്തൊക്കെ വ്യത്യസ്തതകൾ വരുത്താൻ പറ്റും എന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ മൂവി തിയേറ്ററിൽ പോയി കാണണമെന്ന് ആഗ്രഹിക്കുന്നത്. എന്തെന്നാൽ സ്ഥിരമായിട്ട് ത്രില്ലർ മൂവീസ് കണ്ടുവരുന്ന ഒരു ഒരു ആള് അല്ലെങ്കിൽ ചെയ്തു വരുന്ന ഒരാൾ അതിനകത്ത് അപ്ഡേഷൻസ് വരുത്താൻ സാധിക്കും. ഒരു ഡെബ്യൂ റൈറ്ററിന് ഒരു കയ്യൊപ്പ് പതിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഫസ്റ്റ് പടം എന്ന് പറയുന്നത്. അപ്പൊ അതില് അവരെന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്യും അല്ലെങ്കിൽ അവർ എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റി വിചാരിക്കാനേ പറ്റില്ല. നമുക്ക് അതിനകത്ത് അതൊക്കെയാണ് ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. ഡെബ്യൂ ആയിട്ടുള്ള ഒരു റൈറ്റർ ത്രില്ലർ ജോണറിലേക്ക് വരുമ്പോഴത്തേനും അതിനകത്ത് പുതിയ എന്തൊക്കെ എലമെന്റ്സുകൾ നമുക്ക് കാണാൻ സാധിക്കും അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ഗ്രിപ്പ് ചെയ്തിരിക്കാൻ പറ്റുന്ന എന്തൊക്കെ എലമെന്റ്സ് കാണാൻ സാധിക്കുമെന്ന് ഉള്ള ഒരു ആകാംക്ഷയാണ് ഈ പടത്തിനെ എനിക്ക് തിയേറ്ററിൽ പോയി കാണാനായിട്ട് ഉള്ള ഒരു പോയിന്റ്. അതുപോലെ തന്നെ ആസിഫ് അലി എന്ന് പറയുമ്പോൾ ജിസ് ജോയ് ആസിഫ് അലി കോംബോ ഭയങ്കര ഒരു കംഫർട്ട് സോണിലുള്ള ഒരു കോംബോയാണ്. അപ്പോൾ അവിടെ ആസിഫ് അലി എന്ന് പറയുന്ന ആക്ടറിന് ഒരുപാട് ഫ്രീ ആയിട്ട് പടങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഡയറക്ടറാണ് ജിസ് ജോയ്. ജിസ് ജോയ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറിന്റെ അടുത്തോട്ട് ആസിഫ് അലി, ബിജു മേനോൻ എന്ന് പറയുന്നൊരു ആക്ടേഴ്സിന് കുറേ കാര്യങ്ങൾ ചെയ്തു വെക്കാനായിട്ടുണ്ടാവും. ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്ക് പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ട്രെയിലർ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ മൂവി പുതിയതൊന്നും അല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് കാണാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേനുള്ള കാരണങ്ങളാണ് ഈ പുതിയ ഡെബ്യൂ റൈറ്റേഴ്സ്, അത് ജിസ് ജോയ്, ആസിഫ് അലി, ബിജു മേനോൻ ഇങ്ങനെയുള്ളൊരു കോംബോ വരുന്നതെല്ലാം ഇതിൻ്റെ എനിക്കൊരു കാണാൻ പോകാനായിട്ടുള്ളൊരു പോസിറ്റീവ് സൈഡ് ഉണർത്തുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് മൂവിയാണ് ഞാനിപ്പം വെയിറ്റ് ചെയ്തിരിക്കുന്ന പടങ്ങൾ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടങ്ങൾ കാണുക. ഈ പടങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക. നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയിക്കുക. അപ്പോൾ 23/5/2024 മെയ് നാളെ ടർബോ റിലീസാണ്. 24-ാം തീയതിയാണ് തലവൻ റിലീസ്. ഇതൊക്കെയാണ് എനിക്ക് ഈ പടങ്ങൾ രണ്ടും തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്നുള്ളതിൻ്റെ ഒരു പോയിന്റ്. വേറൊന്നും കൂടുതൽ പറയാനില്ല. എല്ലാവരും പടങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ബൈ.